രാജ്യാന്തര വിമാനത്താവളം വികസിപ്പിക്കാൻ നടത്തിപ്പുകാരായ അദാനി ഗ്രൂപ്പ് ആവശ്യപ്പെട്ട ഭൂമി നൽകുന്നത് പരിഗണനയിൽ ഇല്ല എന്ന് സർക്കാർ. 36.3 ഏക്കർ ഭൂമി ഏറ്റെടുത്ത് കൈമാറണമെന്ന അദാനി ഗ്രൂപ്പിന്റെ അപേക്ഷ ലഭിച്ചുവെങ്കിലും ഇപ്പോൾ ഇക്കാര്യം പരിഗണിക്കുന്നില്ല എന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. വലിയ വിമാനങ്ങൾ ഇറങ്ങാൻ ഇപ്പോൾ താൽക്കാലിക അനുമതി മാത്രമാണുള്ളത്. സ്ഥിരാനുമതി ലഭിക്കുന്നതിന് റൺവേ എൻഡ് സേഫ്റ്റി ഏരിയ അഥവാ റൺവേക്ക് ഇരുവശത്തും 150 മീറ്റർ വീതം വേണം. ഇപ്പോൾ ഒരു വശത്ത് മാത്രമേ ഇത്രയും സ്ഥലമുള്ളൂ. ബ്രഹ്മോസ്, എയർഫോഴ്സ് എന്നിവയ്ക്ക് സർക്കാർ ഏറ്റെടുത്ത് നൽകിയ ഭൂമിയും ഫയർ സ്റ്റേഷൻ പ്രവർത്തിക്കുന്ന ഭൂമിയും ഉൾപ്പെടുന്ന 12 ഏക്കറാണ് ഇതിനായി ആവശ്യപ്പെട്ടത്. ഭൂമി വില നിശ്ചയിച്ച് എയർപോർട്ട് അതോറിറ്റിക്കാണ് കൈമാറേണ്ടത്. ആവശ്യമെങ്കിൽ ബ്രഹ്മോസ് നെട്ടുകാൽത്തേരി തുറന്ന ജയിലിന് സമീപത്തേക്ക് മാറ്റാൻ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം സമ്മതം അറിയിച്ചിരുന്നു. എന്നാൽ ഭൂമിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. പുതിയ ടെർമിനൽ ഉൾപ്പെടെയുള്ള ഭാവി വികസനത്തിനാണ് ബാക്കി സ്ഥലം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ജനസാന്ദ്രത കൂടിയ പ്രദേശത്ത് ആളുകളെ ഒഴിപ്പിച്ച് ഇത്രയും അധികം സ്ഥലം ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടാണ് സർക്കാരിനെ പിന്തുണയ്പ്പിക്കുന്ന കാര്യം. ഈ സ്ഥലം ലഭിച്ചില്ല എങ്കിലും രൂപകൽപ്പനയിൽ ആവശ്യമായ മാറ്റം വരുത്തി അദാനി ഗ്രൂപ്പിന് വിമാനത്താവളത്തിന്റെ വികസനം നടപ്പിലാക്കാനാകുമെന്ന് സർക്കാർ കണക്കാക്കുന്നു. സ്വകാര്യ ഭൂമി ഏറ്റെടുത്ത് നൽകണമെന്ന ആവശ്യത്തിൽ നിന്ന് അദാനി ഗ്രൂപ്പിന് പിന്മാറേണ്ടി വരുമെന്ന് ഏതാണ്ട് ഉറപ്പായി. അതേസമയം ബ്രഹ്മോസ് ഉൾപ്പെടെ 12 ഏക്കർ ഭൂമി ലഭിക്കാൻ സർക്കാരിലെ ഉന്നതരുമായി ആശയവിനിമയം കമ്പനി തുടരുന്നുണ്ട് എന്നാണ് വിവരം. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ.